പ്രൈസ് അലോട്ട്. സിയോൻ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിലെത്തുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ന്യായക്കേടും നീതികേടും കണ്ടത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം സൂര്യന് കീഴിൽ ന്യായത്തിൻ്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. സഭാപ്രസംഗി 3:16. നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: നെറ്റിയുടെ മുകൾ ഭാഗത്തായി കിടക്കുന്ന ചെറിയ മുടികൾക്ക് ബൈബിളിൽ പറയുന്ന പേര് എന്താണ്? അതിൻ്റെ ഉത്തരം ഇതാണ്: കുറുനിര. ഉത്തമഗീതം 5-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ കാണുന്നതും അവസാനം എന്നതിന് പറയുന്ന മറ്റൊരു പദം, ഇത് രണ്ടും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഇതാണ്: ആകാശപര്യന്തം. 2 ദിനവൃത്താന്തം 28:9. സൃഷ്ടി, ആകാശം. അവസാനം എന്നതിന് പറയുന്ന മറ്റൊരു പദം പര്യന്തം. അടുത്ത ചോദ്യം ഇതായിരുന്നു: കൊഴുത്ത ദ്രാവകമായ ഭക്ഷ്യവസ്തുവിൽ അധികം വളർച്ച പ്രാപിക്കാത്ത ഇളം സസ്യങ്ങൾക്ക് പറയുന്ന പേരും കാണാം. എനിക്ക് യേശുവുമായി ബന്ധമുണ്ട് എങ്കിൽ ഞാൻ എന്താണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്: തൈര്. യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 15-ാം വാക്യം. ഭക്ഷ്യവസ്തു തൈര്. വളർച്ച പ്രാപിക്കാത്ത ഇളം സസ്യത്തിന് പറയുന്നത് തൈ. യേശുവിൻ്റെ ഉപജീവനം തൈര്. അടുത്ത ചോദ്യം ഇതാണ്: ശേഷ്ബസർ കൊണ്ടുപോയ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ എത്രയാണ്? ഉത്തരം ഇതാണ്: 5400. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ദോഷാരോപണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദം തിരുവചനത്തിൽ പലരോടും ഈ വാക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരക്ഷരം മാറ്റിയാൽ ഉയരത്തിലുള്ള നിലകളിലേക്കുള്ള സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തു എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: ഏഷണി. ഒരക്ഷരം മാറ്റി ഉയരങ്ങളിൽ കയറാൻ ഉപയോഗിക്കുന്നത് ഏണി. തിരുവചനത്തിൽ പലരോടായി പറയുന്നത് സ്ത്രീകളോട് 1 തിമോത്തിയോസ് 3:11, കൂട്ടുകാരനെക്കുറിച്ച് സങ്കീർത്തനം 10:15, ദാസനെക്കുറിച്ച് യജമാനോട് സദൃശവാക്യം 30:10, വൃദ്ധന്മാരോട് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: 2 അക്ഷരനാമത്തിൽ അറിയപ്പെടുന്ന 5 രാജാക്കന്മാർ ഒരേ സമയം മരിക്കുന്നതായി ഒരു വാക്യത്തിൽ കാണുന്നു. വാക്യമേത്? രാജാക്കന്മാരുടെ പേരുകൾ എന്താണ്? ഉത്തരം ഇതാണ്: മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേക്കേം, സൂർ, ഹൂർ, രേബ. സംഖ്യാപുസ്തകം 31:8. അടുത്ത ചോദ്യം: 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നുവെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇതാണ്: ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹർബോന. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: ഇസ്രായേൽ മക്കൾ പാളയമിറങ്ങിയ ഒരു സ്ഥലനാമത്തിൽ ഒരു സ്ത്രീനാമവും ഉയരം കൂടിയ ഭൂഭാഗത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരും കാണാം. സ്ഥലപ്പേര് എന്താണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്: താരഹിൽ. സ്ത്രീനാമം താര. ഉയരം കൂടിയ ഭൂഭാഗത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹിൽ. സംഖ്യാപുസ്തകം 33:27. അടുത്ത ചോദ്യം: മഹിമാനാദം കൊണ്ട് മുഴക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: ഇടി. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: ദുർനടപ്പുകാരനായി ജീവിച്ചവൻ ആരാണ്? ഉത്തരം ഇതാണ്: അപ്പൻ്റെ ഇളയ മകൻ, അതായത് മുടിയനായ പുത്രൻ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: വലങ്കയിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: നീതി. സങ്കീർത്തനങ്ങൾ 48:10. അടുത്ത ചോദ്യം ഇതായിരുന്നു: നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കേണ്ടത് എന്താണ്? ഉത്തരം ഇതാണ്: നല്ല ഉപനിധി. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോകുന്നത് എന്താണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്: മജ്ജ. സങ്കീർത്തനങ്ങൾ 32:4. നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: അവസാനിക്കൽ, ഇല്ലാതാകൽ, ഈ വാക്കുകൾക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഉത്തരം ഇതാണ്: ഉപശാന്തി.
നഹും പ്രവചനം 3-ാം അധ്യായം 19-ാം വാക്യം. നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: ഈടുവെക്കുന്ന വസ്തുവിന് പറയുന്ന മറ്റൊരു പേര്. ഇതിൽ ഒരു ഭക്ഷ്യവസ്തുവിന് പറയുന്ന പേരും കാണാം. എങ്കിൽ പേര് എന്താണ്? ഉത്തരം ഇതാണ്: പണയപണ്ടം. ഹബക്കുക്കിന്റെ പ്രവചനം 2:6. ഈടുവെക്കുന്ന വസ്തുവിന് പറയുന്നത് പണയം, ഭക്ഷ്യവസ്തു, പണ്ടം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഒളിവിടത്ത് ചെന്ന് തൻ്റെ ഗുഹയിൽ കിടക്കുന്നത് ആരാണ്? ഉത്തരം ഇതാണ്: കാട്ടുമൃഗം. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 8-ാം വാക്യം. നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ഒരു കച്ചവട കടയുടെ പേരുമായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. പക്ഷെ എന്നെ നമസ്കരിക്കുന്നവർക്ക് ക്ലേശവും. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: അങ്ങാടി. കടയുടെ പേര് അങ്ങാടി. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ആദ്യത്തെ 3 അക്ഷരത്തിൽ വാസനയും അവസാനത്തെ 3 അക്ഷരത്തിൽ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഇത് ശരീരത്തിന് ആവശ്യം. എങ്കിൽ 6 അക്ഷരമുള്ള ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: സുഗന്ധദഹനം. വാസന, സുഗന്ധം. ആരോഗ്യത്തിനാവശ്യം ദഹനം. യിരെമ്യാവിന്റെ പ്രവചനം 34:5. അടുത്ത ചോദ്യം ഇതാണ്: ചില സന്ദർഭങ്ങളിൽ നാം ഉപയോഗിക്കുന്നത് എന്നെ ഒരു വൃദ്ധന്റെ ശരീരത്തിൽ ഉപയോഗിച്ചു, അവിടെയൊന്നും സംഭവിച്ചില്ല. പക്ഷെ എന്നെ വേറൊരാളുടെ ശരീരഭാഗത്ത് ഇട്ടപ്പോൾ അവിടെ ജീവനാശം സംഭവിച്ചു. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: കമ്പിളി. വൃദ്ധൻ ദാവീദ് രാജാവ്. 1 രാജാക്കന്മാർ 1:1. അരാം രാജാവായ ബെൻഹദദിന്റെ മുഖത്ത് ഹസായേൽ ഇട്ടപ്പോൾ. 2 രാജാക്കന്മാർ 8:15. അടുത്ത ചോദ്യം ഇതാണ്: ഒരു വരവിനെ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളെ സ്ത്രീകൾക്കുള്ള വേദനയോടാണ് ഉപമിച്ചിരിക്കുന്നത്. എങ്കിൽ ഞാൻ എന്താണ്? ഉത്തരം ഇതാണ്: ഈറ്റുനോവ്. ഈറ്റ്, പ്രസവം, നോവ്, വേദന. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ചില കർമ്മങ്ങൾ നടക്കുന്നതിലും അഭിഷേകം ചെയ്യുന്നതിലും ഉപയോഗിക്കുന്ന ഒരു ജലപാത്രം. കുറച്ച് ദൂതന്മാരും എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ എന്താണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്: കലശം. വെളിപ്പാട് പുസ്തകം 16-ന്റെ 1, 2, 3, 4, 8, 10, 12, 17 വാക്യങ്ങൾ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ഒരു പുസ്തകത്തിൽ യഹോവ അടച്ചതെന്ത്? യഹോവ അടച്ചിരുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: യഹോവ അടച്ചത് പെട്ടകത്തിന്റെ വാതിൽ. ഉൽപ്പത്തി 7:17. യഹോവ അടച്ചിരുന്നത് അബീമേലെക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും. ഉൽപ്പത്തി 20:18. അടുത്ത ചോദ്യം ഇതാണ്: ആദ്യത്തെ 2 അക്ഷരം പുരസ്കാരത്തിന് പറയുന്ന പേര്. ഈ പേരിനോട് ഒരു സ്ത്രീനാമവുമുണ്ട്. അവസാനത്തെ 2 അക്ഷരം സംഗീതവുമായി ബന്ധം. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: പത്മരാഗം. പുരസ്കാരം പത്മശ്രീ. സ്ത്രീനാമം പത്മ. സംഗീതം രാഗം. വെളിപ്പാട് പുസ്തകം 21:20. അടുത്ത ചോദ്യം ഇതാണ്: എനിക്ക് 4 അക്ഷരം. ബൈബിളിൽ ഒറ്റ പ്രാവശ്യം എന്നെ കാണാം. പക്ഷേ മിക്ക പുരുഷന്മാർക്കും തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് പലപ്പോഴും കേൾക്കേണ്ടതായി വരുന്നതാണ്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: കലമ്പൽ. ഭാര്യയുടെ കലമ്പൽ. സദൃശവാക്യം 19:13. അടുത്ത ചോദ്യം ഇതാണ്: മറ്റുള്ളവരുമായി ഇടപഴകൽ എന്ന അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഏതാണ്? ഉത്തരം ഇതാണ്: സംസർഗം. 1 കൊരിന്ത്യർ 5:9. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഒരു ശരീരാവയവം, അത് വാങ്ങിയതിലും അത് കൊടുത്തതിലും ഞാനുണ്ട്. എങ്കിൽ ഞാൻ എന്താണ്? ഉത്തരം: തളിക. ശരീരാവയവം തല. യോഹന്നാൻ സ്നാപകന്റെ തല. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: അറിയപ്പെടുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. ഒരുവന്റെ പേരിൽ ഒരു വാഹനമുണ്ട്, ഒരുവന്റെ പേരിൽ ഒരു ഹിന്ദി പദം, ഒരുവന്റെ പേരിൽ ഒരു വീട്ടുപകരണം. എങ്കിൽ ഞങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ഇതാണ്: യാവാൻ. വാഹനം വാൻ. തൂബാൽ. ഹിന്ദി പദം ബാൽ. മേശക്ക്, മേശ. യെഹെസ്കേലിന്റെ പ്രവചനം 27:13. അടുത്ത ചോദ്യം ഇതായിരുന്നു: 3 അക്ഷരമുള്ള എന്നിൽ അവസാനത്തെ 2 അക്ഷരത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കളിയുടെ പേര്. ഞാൻ ഒരു സേനാപതിയുമാണ്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: പീക്കോൽ. കളി, കോൽക്കളി. ഉൽപ്പത്തി പുസ്തകം 21:22. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഒരു കട്ടി ദ്രാവകമാണ് ഞാൻ. ഒരു നിർമ്മാണത്തിന്റെ ഉൾഭാഗത്തും പുറഭാഗത്തും ഒരേപോലെ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ എന്താണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്: കീൽ. ഉൽപ്പത്തി പുസ്തകം 6:14. പെട്ടകം പണിഞ്ഞപ്പോൾ അകത്തും പുറത്തും കീൽ തേച്ചത്.
അടുത്ത ചോദ്യം ഇതായിരുന്നു. 3 അക്ഷരം. ആദ്യ അക്ഷരം നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം ഒരു പ്രവാചകനോട് നിർമ്മിച്ച് സ്ഥാപിക്കാൻ ദൈവം കൽപ്പിച്ചത് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്. കൈച്ചൂണ്ടി, അവയവം കൈ. യെഹെസ്കേലിന്റെ പ്രവചനം 21-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു. എനിക്ക് ജീവന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല, മിക്ക സ്ത്രീകൾക്കും ഞങ്ങൾ ദുഃഖകാരണമായിട്ടുണ്ട്. ബൈബിളിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം പറഞ്ഞിട്ടുള്ള എന്നെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ഒരു പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്. ചാപിള്ള, സംഖ്യാപുസ്തകം 12-12, സഭാപ്രസംഗി 6-3. എന്നിൽ 2 സ്ത്രീനാമങ്ങളും അഴുക്കുകൾ കളയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരും അവസാനത്തെ 2 അക്ഷരത്തെ തിരിച്ചു വായിച്ചാൽ ഒരു ശരീര അവയവവും കാണാം. എങ്കിൽ ഇതെല്ലാം ചേർന്ന് വരുന്ന ഞാൻ ആരായിരിക്കും? ഇതിന്റെ ഉത്തരം വരുന്നത് നിർമ്മലത. യോബിന്റെ പുസ്തകം 4-6. സ്ത്രീനാമങ്ങൾ നിർമ്മല, ലത. പ്രൊഡക്റ്റ് നിർമ്മ, സോപ്പ് പൊടി. അവസാന 2 അക്ഷരം തിരിച്ചു വായിച്ചാൽ കിട്ടുന്ന അവയവം തല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.